ഇതാരാ മോളെ? ഇതെനിക്ക് കിട്ടിയ പുതിയ ആന്റിയാ. പക്ഷെ ആ സ്നേഹം അനുഭവിക്കാൻ വിധി എന്നെ അനുവദിച്ചില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ മുറി കാണിച്ചു തരാം, വാ. അയ്യോ എൻ്റെ അമ്മേ. ഹലോ ആതിര, എന്താ വിശേഷം? ഒരു വലിയ വിശേഷമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനെ നല്ല കാലം വരാൻ പോവാ. ആഹാ, ഇതൊരു നല്ല വാർത്തയാണല്ലോ. അതെ ചേച്ചി, ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇതോടെ മാറിക്കിട്ടും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇപ്പൊ എന്താ ഇത്ര പെട്ടെന്ന് സംഭവിച്ചേ? കുറെ നാളായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കേസില്ലേ, അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പോ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമായി കാണുമല്ലോ. അതെ, ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാ. സത്യം പറഞ്ഞ ഞങ്ങളുടെ വക്കീല് ആരതി ചേച്ചിക്കാ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം കൊടുക്കേണ്ടത്. ഈ കുടുംബത്തോട് അവർക്കുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ വളരെ വലുതാ. പ്രത്യേകിച്ച് സച്ചേട്ടനോട്. ആരതി ചേച്ചിയുടെ ഒറ്റ മിടുക്കാൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനുള്ള കാരണം. എന്റെ അച്ചുചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കോ അതേപോലെ സ്ട്രോങ് ആയിട്ടാ ആരതി ചേച്ചി ഞങ്ങൾക്കൊപ്പം നിന്നത്. ഇന്നതിന്റെ ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ആയിഷ ചേച്ചിയും വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ കണ്ടില്ല മോളെ, കുറച്ച് ജോലി തിരക്കിലായിപ്പോയി. എല്ലാരും കൂടി ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ചേച്ചിക്കും കൂടി അയക്കാം. ചേച്ചി നോക്കിയിട്ട് വിളിക്കണേ. ശരി, വിളിക്കാം. ശരി. എന്റെ നഷ്ടങ്ങളാ ആ വക്കീല് ഈ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം. ഇതിൽ ഞാൻ ആരെ കുറ്റപ്പെടുത്തും? ഞാൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എൻ്റെ അമ്മയ്ക്കറിയില്ല. ഏട്ടൻ്റെ സന്തോഷമാണ് ആ അനിയത്തിമാരാഗ്രഹിക്കുന്നത്. ഈശ്വര, എൻ്റെ സച്ചേട്ടൻ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുകയാണോ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാനില്ല. ആന്റി പതുക്കെ. ഒന്ന് അടങ്ങിയിരിക്കും മോളെ, ആന്റി ഇതൊന്ന് കെട്ടി തീർത്തോട്ടെ. ആന്റി എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുമോ? പിന്നെന്താ, ഞാൻ വരാല്ലോ. ഹായ് സമൃദ്ധ ആന്റി. ആന്റി. ചിപ്പി മോളെ, മോക്ക് സുഖല്ലേ? അതെ ആന്റി. ഇതാരാ മോളെ? ഇതെനിക്ക് കിട്ടിയ പുതിയ ആന്റിയാ.
സമൃദ്ധ ഇരിക്കേ. കാലിപ്പ് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇവിടെ പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ആരാ? ബന്ധുക്കളാണോ? റിലേറ്റീവ്സാ. ആ, അയ്യോ, അങ്ങനെ വെറും റിലേറ്റീവ്സ് അല്ല മോളെ. ഞാൻ അവന്തികയുടെ സ്വന്തം അമ്മായിയാ, ലീലാവതി. ലീലാമ്മായി എന്ന് എല്ലാവരും വിളിക്കുക. ഇതെന്റെ മോള് കാഞ്ചന. ഹലോ. ഹലോ. അല്ല, മോളേതാ? ആ, ഇതെന്റെ കൂട്ടുകാരിയാ, പേര് സമൃദ്ധ. ഓ, എന്തായാലും അവന്തിക്ക് സന്തോഷമായല്ലോ. കുറച്ചു ദിവസത്തേക്ക് വിരുന്നുകാരുണ്ടല്ലോ. അയ്യോ ചേച്ചി, കുറച്ച് ദിവസത്തേക്കല്ല, ഞങ്ങൾ ഇനി കുറേ നാൾ ഇവിടെ തന്നെ കാണും. ആ, അവന്തിക മോളും ഈ കുഞ്ഞും ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവൾക്കാണെങ്കിൽ ബന്ധുക്കളെന്ന് പറയാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. പിന്നെ എങ്ങനെയാ ഞങ്ങൾ ഇവരെ വിട്ടു പോകുന്നത്? മതി മതി, വിശേഷം പറച്ചിലൊക്കെ പിന്നെ ആവാം. എന്നാ പിന്നെ അമ്മായിയുടെ കൈകൊണ്ട് എനിക്കൊരു ചായ ഇട്ട് തന്നോളൂ. അതിനെന്താ, അമ്മ ഇപ്പൊ കൊണ്ടുവരാട്ടോ. ആ, സ്കൂൾ വണ്ടി വന്നു, വേഗം ചെല്ല്. ടാറ്റ അമ്മേ. ആന്റി പോവരുത് കേട്ടോ, ഞാൻ വൈകിട്ട് വന്നിട്ടേ പോകാവൂ. ബൈ ആന്റി. ബൈ. ബൈ അമ്മേ. ബൈ. ആ മോളെ. മോളും കാഞ്ചനയും തമ്മിൽ നല്ല കൂട്ടായില്ലേ? ആ, അങ്ങനെ വലിയ കൂട്ടായിട്ടൊന്നുമില്ല. എന്തായാലും അവരും കൂടി ഉള്ളത് നന്നായി. ഇപ്പോ വീട്ടിലൊരു ആളും ബഹളവും ഒക്കെ വന്നല്ലോ. അവരങ്ങനെ അടുത്ത ബന്ധുക്കളൊന്നുമല്ല, അകന്ന ഏതൊരു റിലേഷൻ, അത്രേ ഉള്ളൂ. ആരോരും ഇല്ലാതെ ഗതിയില്ലാതെ ഇതുപോലെ ഓരോരുത്തർ കയറി വന്നാ ഞാൻ എന്ത് ചെയ്യാനാ? തൽക്കാലം കുറച്ചു നാളത്തേക്ക് സഹിക്കാം, അതേ മാർഗമുള്ളൂ. ഈ അമ്മായി മോളും എന്താ ഇങ്ങനെ ആരും ഇല്ലാത്തവരായി പോയത്? അമ്മായിക്ക് ഭർത്താവില്ലേ? ആ, അമ്മാവനുണ്ടായിരുന്നു, പക്ഷേ ഹീസ് നോ മോർ. ഓ, അമ്മാവൻ എങ്ങനെയാ മരിച്ചേ? ഓ, അതൊന്നും എനിക്കറിയില്ല. ഏതോ ആക്സിഡന്റിലാ മരിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ഞാനതൊന്നും അന്വേഷിക്കാൻ പോയില്ല. ഓ, അത് ശരി. അപ്പോ അവന്തിക ഈ അമ്മാവനും തമ്മിൽ ഒരടുപ്പവും ഇല്ലായിരുന്നോ? ഏയ് ഇല്ല. അത് അമ്മാവൻ മൊത്തത്തിലൊരു ഉടായിപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ അടുപ്പിക്കേ ഇല്ലായിരുന്നു. തീർന്നു പോയതുകൊണ്ട് ഒരു ശല്യം ഒഴിവായി. അല്ലല്ലോ, നീ കൊന്നതല്ലേ. അങ്ങനെ അമ്മാവൻ ഒഴിവായി പോയി എന്ന് പറഞ്ഞെന്നും നീ സന്തോഷിക്കേണ്ട. മരിച്ചുപോയ അമ്മാവൻ നിന്റെ പിന്നാലെ വരാൻ പോകുന്നതേ ഉള്ളൂ.